നമസ്കാരം. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ഏറെ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ചെന്തിട്ട ദേവീക്ഷേത്രം. നവരാത്രി വിഗ്രഹങ്ങളിൽ ഒന്ന് വിശ്രമിക്കുന്നത് ഈ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലൊരു തീപിടുത്തം നടന്നിരുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഇന്ന് ആ മേൽക്കൂരയുടെ അവസ്ഥ എന്താണ്? അടുത്ത വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ എത്താറായി. നവരാത്രി വിഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ഏതാണ്ട് തിരുവനന്തപുരം നഗരം ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര പുനഃസ്ഥാപിക്കാൻ നമ്മുടെ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ തത്വമയി പുറത്തുവിടുന്നത്. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി സനോജ് MS ചെന്തിട്ടയിൽ നിന്നും ചേരുകയാണ്. സനോജ്, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? മേൽക്കൂര പുനർനിർമ്മിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? കുമാറെ, ഈ കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് ചെന്തിട്ട ക്ഷേത്രത്തിൽ വൻ തീപിടുത്തമുണ്ടായത്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ച് എന്നുള്ളതാണ് അന്ന് ഏറ്റവും പ്രധാനമായും പുറത്തു വന്ന വാർത്ത. ആദ്യഘട്ടത്തിൽ ഇത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതല്ല കാരണമെന്നും കണ്ടെത്തിയിരുന്നു. ക്ഷേത്രത്തിലെ നെയ്വിളക്കിൽ നിന്നും മേൽക്കൂരയ്ക്ക് എങ്ങനെയോ അബദ്ധത്തിൽ തീപിടിച്ചതാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പിന്നീട് എഴുതി ചേർത്ത അപകട കാരണം. പക്ഷേ അന്ന് തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്ന ദേവസ്വം ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അഭിപ്രായമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചെങ്കിലും അന്വേഷണം എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വലിയ വ്യക്തത വന്നിട്ടില്ല. അതിൻ്റെ കൂടെ അന്ന് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നവരാത്രി വിഗ്രഹങ്ങൾ. ഓരോ വർഷവും നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും തലസ്ഥാനത്തേക്ക് എത്തി പൂജിക്കുന്ന നവരാത്രി വിഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേളിമലയിലെ കുമാരസ്വാമിയുടെ, അതായത് കുമാരകോവിലിലെ കുമാരസ്വാമിയുടെ വാഹനമായ വെള്ളിക്കുതിര, അതിനെ വച്ചാരാധിക്കുന്നത് ഈ ചെന്തിട്ട ദേവീക്ഷേത്ര മുറ്റത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഘോഷയാത്ര ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അന്ന് അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് ഏകദേശം 5 മാസത്തോളമായി എങ്കിലും ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണികളും ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും ക്ഷേത്രത്തിൽ അന്ന് തീപിടിച്ച മേൽക്കൂര ടാർപോളിൻ കൊണ്ട് മൂടിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തത്വമയി തന്നെ പകർത്തിയതാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ മാസം അവസാനം, അതായത് സെപ്റ്റംബർ 30 കൂടിയാണ് വീണ്ടും പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനത്തേക്ക് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നടക്കുന്നത്. ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയിലെ പ്രധാന വിഗ്രഹമായ തേവാരക്കെട്ട് സരസ്വതിയെ നവരാത്രി മണ്ഡപത്തിലും, അതുപോലെ കുമാരകോവിലിലെ വേളിമല കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും, കുമാരസ്വാമിയുടെ വാഹനമായ വെള്ളിക്കുതിരയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ഇതിനെ അകമ്പടി സേവിച്ച് വരുന്ന ശുചീന്ദ്രത്തെ 300 നങ്ക എന്ന വിഗ്രഹത്തെ പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിലുമാണ് ആരാധിച്ചു വരുന്നത്. ഈ ഘോഷയാത്ര തുടങ്ങാൻ ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇതുവരെയും ചെന്തിട്ടയിലെ ഈ അഗ്നിബാധയെ തുടർന്ന് അവിടെ തകർന്ന ക്ഷേത്ര മേൽക്കൂര ഇതുവരെയും പുനർനിർമ്മിക്കാനോ അതിൽ മേൽ യാതൊരു അറ്റകുറ്റപ്പണി നടത്താനോ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഇപ്പോഴും ടർപോളിൻ കൊണ്ട് മൂടിയ അവസ്ഥയിലാണ് അവിടുത്തെ മേൽക്കൂര. വളരെയധികം പഴക്കം അവകാശപ്പെടാവുന്ന, അതായത് രാജഭരണകാലം മുതൽ നിലനിൽക്കുന്ന ആചാരങ്ങൾക്ക് അന്നു മുതൽ നിലനിൽക്കുന്ന ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇവിടെ മേമ്പൊടിയോടുകൂടിയാണ് ഇന്നും തിരുവനന്തപുരം ഈ നവരാത്രി വിഗ്രഹങ്ങളെ പരമ്പരാഗതമായി തലസ്ഥാനത്തേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഭാഗത്തു നിന്ന് വലിയൊരു എതിർപ്പാണ് ഉയരുന്നത്. കാര്യം, നവരാത്രി ഘോഷയാത്രയ്ക്ക് ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇതുവരെയും ദേവസ്വം ബോർഡ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും ഈ ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധത്തിലാണ് ഭക്തജനങ്ങൾ. അടുത്ത ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികൾ, ഈ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്മേൽ ചില പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈന്ദവ സംഘടനകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുമാർ, ഞങ്ങളുടെ പ്രതിനിധി സനോജ് MS ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഇതുവരെയും അറ്റകുറ്റപ്പണികൾ, തീപിടുത്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ദേവസ്വം ബോർഡോ സർക്കാരോ തുനിഞ്ഞിട്ടില്ല. നവരാത്രി ആഘോഷങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ മാസം 30-ന് നവരാത്രി വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും തിരിക്കുകയാണ്. ഈ സമയത്ത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഈ നവരാത്രി പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ഇതുവരെ ദേവസ്വം ബോർഡ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് അതീവ ഗൗരവമായ ഒരു വാർത്തയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.